Hello everyone, welcome to the first part of the lesson Similar Triangles, which is the 7th chapter of class 9 Mathematics. First question, the perpendicular from the square corner of a right triangle cuts the opposite side into two parts of 2 and 3 centimeters length. Question മനസ്സിലായോ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഇത് റൈറ്റ് ആംഗിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ മൂലയിൽ നിന്ന് അതിൻ്റെ ബേസിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഈ സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നു. ഈ പെർപെൻഡിക്കുലർ ഈ ബേസിനെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. വൺ ഇസ് 2 സെൻറ്റിമീറ്റർ ആൻഡ് അതർ ഇസ് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അത്രയാണ് ഫസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ two small right triangles cut by the perpendicular have the same angles. ഓക്കെ, അപ്പോൾ ഈ പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ ഇവിടെ രണ്ട് ചെറിയ ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ചെറിയ ട്രയാങ്കിൾസിനും ഒരേ ആംഗിൾസ് ആണ്. ഓക്കെ, ഒരേ ആംഗിൾസ് ആണ് എന്നാണ് നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത്. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, taking the length of the perpendicular as h, prove that h/2 is equal to 3/h. Okay, by take this length as h. Okay, take this length as h. Then we need to prove that h/2, that is this length by this 2 is equal to 3 by this h. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. തേർഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. ഓക്കെ, ഈ ലാർജ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ്, മറ്റേ സൈഡ് 2 + 3 5 ആണെന്ന് നമുക്കറിയാം. ഈ ലാർജ് ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ആൻഡ് ഫോർത്ത് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഇഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സ്ക്വയർ കോർണർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഡിവൈഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ടു parts of length a and b, if the length of the perpendicular is h, then h square is equal to ab. Okay, perpendicular ഈ പെർപെൻഡിക്കുലർ അതായത് പെർപെൻഡിക്കുലർ ഫ്രം ദ സ്ക്വയർ കോർണർ ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ, അതായത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ പെർപെൻഡിക്കുലർ കോർണറിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന ലൈന് ഓപ്പോസിറ്റ് സൈഡിനെ രണ്ട് പാർട്സ് ആക്കി മാറ്റുന്നു. അതിൽ ഈ 2നും 3ക്കും പകരം അവർ പറഞ്ഞിരിക്കുന്നത് എയും ബിയുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇതിനെ എച്ച് എന്ന് തന്നെയാണ് എടുക്കുന്നത്. ഈ എച്ചിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ രണ്ട് നീളവും കൂടി മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പാർട്ടായിട്ട് ചെയ്യാം. ഓക്കെ, see this is our right triangle. Okay, ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഈ റൈറ്റ് ആംഗിൾ മൂലയിൽ നിന്ന് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്ന ഈ പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ് സൈഡിനെ 2, 3 എന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസും ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസും ഈക്വൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ ദാറ്റ് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു നെയിം ദിസ് ട്രയാങ്കിൾ ആസ് ABC. Okay, and the perpendicular as CD. Then see, if we consider this triangle ADC, this angle is 90 degree. Okay, and I let this angle as x degree. Okay, suppose this angle is x degree, then what about the third angle? What about this angle? This complete angle is 90 degree, right? We know that. And if we consider this triangle ADC is a right triangle. One angle is x degree and other is 90 degree. Okay, ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. അതിൽ ഒരു ആംഗിൾ 90 ആയാൽ ബാക്കിയുള്ള രണ്ട് ആംഗിൾസിൻ്റെയും കൂടെ സമ്മ് എന്തായിരിക്കും? 90 ആയിരിക്കും അല്ലേ? ഈ ഒരു ആംഗിൾ മാത്രം 90 ഉണ്ട്. 90 + 90 ആണ് 180. അപ്പോൾ ഈ ഒരു ആംഗിൾ മാത്രം 90. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസിൻ്റെയും കൂടെ സമ്മ് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതിൽ ഒരെണ്ണം എക്സ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? 90-നകത്തുനിന്ന് എക്സ് മൈനസ് ചെയ്തതായിരിക്കും. സോ ദിസ് ആംഗിൾ ഇസ് ഈക്വൽ ടു 90 മൈനസ് എക്സ്. ഓക്കെ, ആൻഡ് ഹിയർ വി ക്യാൻ സീ ദാറ്റ് ദിസ് കംപ്ലീറ്റ് ആംഗിൾ ഇസ് 90 ഡിഗ്രി. ഓക്കെ, ഈ ആംഗിൾ കംപ്ലീറ്റ്ലി
എത്രയാണ് 90 ഡിഗ്രി ആണ്. അതിൽ ഈ ആംഗിൾ ഇത്രയും ഭാഗം 90 മൈനസ് എക്സ് ആണ്. അതായത് ടോട്ടലി 90 ആണ്. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 90യിൽ നിന്ന് എക്സ് മൈനസ് ചെയ്തതാണ്. എങ്കിൽ ഈ ഭാഗം എന്തായിരിക്കും? എക്സ് ആയിരിക്കും അല്ലേ? ഇത് എക്സ് ആണെങ്കിലല്ലേ ഇത് 90 മൈനസ് എക്സ് ആവുള്ളൂ. അപ്പോൾ ഇത് 90 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇത് എക്സ് ആയിരിക്കും. അങ്ങനെ അതേപോലെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബി ഡി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്താണ്? ഇപ്പം നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാംഗിൾ 90 മറ്റേ ആംഗിൾ എക്സ് ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയാണ്? 90 മൈനസ് എക്സ്. അപ്പോൾ ഈ ആംഗിൾ എന്തായി? 90 മൈനസ് എക്സ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിന് ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസും ട്രയാങ്കിൾസ് എ ഡി സിയും ട്രയാങ്കിൾ ബി ഡി സിയും എന്ത് ട്രയാങ്കിൾസ് ആണ്? സിമിലർ ട്രയാങ്കിൾസ്. So this is the answer. Let angle A is equal to x degree, then angle ACD is equal to 90 minus x, and then this angle DCB is also equal to x degree because this complete angle C is 90 degree, and angle B is 90 minus x because sum of angles of a triangle is 180 degree. Okay, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, എപ്പോഴും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. So angle B is equal to 90 minus x, hence the proof. Okay, now the second part of the question. അപ്പോൾ ഇനി സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ നീളത്തെ നമ്മൾ എച്ച് എന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് h/2 is equal to 3/h എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഫ്രം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ we have this angle, these two triangles having the same angles. ഓക്കെ, അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസിനെ നമുക്ക് എന്ത് ട്രയാങ്കിൾസ് എന്ന് പറയാം? ട്രയാങ്കിൾസ് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസിൽ സൈഡ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് എന്തായിരിക്കും? ദേ ആർ ഇൻ ദ സെയിം റേഷ്യോ ആയിരിക്കും. ഓക്കെ, ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് സെയിം റേഷ്യോയിലായിരിക്കും ഉണ്ടാവുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ എച്ച് ആണ്, ഈ ആംഗിൾ നമ്മൾ എക്സ് എടുത്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? 90 മൈനസ് എക്സ്, ആൻഡ് ദിസ് ആംഗിൾ ഇസ് എക്സ്, ആൻഡ് ദിസ് ആംഗിൾ ഈസ് 90 മൈനസ് എക്സ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നോക്കിക്കേ, ദിസ് എച്ച് ഇസ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ ആംഗിൾ എക്സ്. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഇതാണ് എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയ സൈഡാണ് എച്ച് എന്ന് പറയുന്നത്. അതേപോലെ ഈ ഒരു സ്ഥലത്ത് എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? 3 ആണ്. ഓക്കെ, അതുപോലെ ഈ 90 മൈനസ് എക്സിൽ ഈ ഒരു ട്രയാങ്കിളിൽ ഇവിടെ എച്ച് ആണ്. അതേപോലെ ഈ ഒരു ട്രയാങ്കിളിൽ 90 മൈനസ് എക്സ് എന്ന് പറയുന്നതിന് ഓപ്പോസിറ്റായി വരുന്ന സൈഡ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഓർക്കുക, എക്സിന് ഓപ്പോസിറ്റ് ഈ ഒരു ട്രയാങ്കിളിൽ എക്സിന് ഓപ്പോസിറ്റ് എച്ച് ആണ്, ഇതിൽ എക്സിന് ഓപ്പോസിറ്റ് 3 ആണ്. ഓക്കെ, ഇവിടെ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് എച്ച് ആണ്, ഇവിടെ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് 2 ആണ്. അപ്പം നമ്മൾ ഒരേ ഓർഡറിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ അത് വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് പരിഗണിച്ച് പറയുകയാണ്. ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു 90 മൈനസ് എക്സ് ഇൻ ടു ട്രയാങ്കിൾസ്. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിളിലെയും 90 മൈനസ് എക്സിൻ്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഏതാണ്? 90 മൈനസ് എക്സിൽ ഇവിടെ 90 മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈഡ് ഓപ്പോസിറ്റ് ടു വലിയ ട്രയാങ്കിളിൽ എച്ച് ആണ്. ഓക്കെ, അപ്പോൾ എച്ച് ബൈ ഇവിടെ ഇതിൽ 90 മൈനസ് എക്സ് എന്ന് പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? 2 ആണ്. അപ്പോൾ h/2. ഓക്കെ, h/2 അപ്പോൾ എന്തിന് ഈക്വൽ ആയിരിക്കണം? മറ്റേ സൈഡ്സിൻ്റെ വേറെയുള്ള ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റായി വരുന്ന സൈഡ്സിൻ്റെ റേഷ്യോനും ഈക്വൽ ആയിട്ട് വരും. അത് നമുക്കറിയാവുന്നതാണ്. അത് സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ഈ വലിയ ട്രയാങ്കിളിൽ എക്സിന് ഓപ്പോസിറ്റായി വരുന്ന സൈഡ് എന്താണ്? 3 ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനി ഈ ട്രയാങ്കിളിൽ എക്സിന് ഓപ്പോസിറ്റായി വരുന്ന സൈഡ് ഏതാണ്? ഇതിൽ എക്സിന് ഓപ്പോസിറ്റായി വരുന്ന സൈഡ് എന്ന് പറയുന്നത് എച്ച് ആണ്. സോ വി ഹാവ് 3/h. ഓക്കെ, അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. h/2 is equal to 3/h. എന്താ കാരണം? സൈഡ്സ് ഓപ്പോസിറ്റ് ടു equal angles, sides opposite to equal angles
taken in this order of size are in the same ratio. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുക h:2 എന്നാണ്, ഇവിടെ 3:h എന്നാണ്. ഓക്കെ, അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ h:2ൻ്റെ ഫ്രാക്ഷണൽ ഫോമാണ് h/2 എന്ന് പറയുന്നത്. അതുപോലെ 3:h എന്നതിൻ്റെ ഫ്രാക്ഷണൽ ഫോമാണ് 3/h എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടിൽ എഴുതിയാലും സെയിം ആണ്. സെയിം റേഷ്യോ എന്ന് പറഞ്ഞാൽ റേഷ്യോനെ നമുക്ക് ഈ രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. സോ വി ഹാവ് h/2 is equal to 3/h. ദിസ് ഇസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. നൗ വി ആർ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ സൈഡും ഒന്ന് ഈ സൈഡുമാണ്. ഈ രണ്ട് സൈഡ്സിൻ്റെയും നീളം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. വി ഹാവ് ദിസ് ഇക്വേഷൻ. വാട്ട് ഇസ് ദാറ്റ് ഇസ് ഇക്വേഷൻ? h/2 is equal to 3/h. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, h/2 ആൻഡ് 3/h ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താ ഇവിടെ വരുന്നത്? h is equal to 2 into 3. ഓക്കെ, അപ്പോൾ h into h is h square. Then 2 into 3 is 6. So we have h is equal to √6. ഓക്കെ, hൻ്റെ സ്ക്വയർ 6 ആണെങ്കിൽ h is equal to √6. ഇനി നമുക്ക് അപ്പോൾ ഈ നീളം നമുക്ക് കിട്ടി √6 ആണെന്ന്. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ബേസ് ആണ്, ഇത് ആൾട്ടിറ്റ്യൂഡാണ് ഈ √6. അപ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കാണാമല്ലോ. ഓക്കെ, അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കാണാൻ നമ്മൾ ഈ ട്രയാങ്കിളിനെ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് റീഡ്രോ ചെയ്യുകയാണ്. സി, ദിസ് സൈഡ് ഇസ് ഈക്വൽ ടു √6 ആൻഡ് ദിസ് വൺ ഇസ് ഈക്വൽ ടു 2 ആൻഡ് ദിസ് ഈക്വൽ ടു 3. ഓക്കെ, then if we consider the triangle, yes, ABC. Okay, if we consider the right triangle ACB, then we have the base square plus altitude square is equal to hypotenuse square. Okay, that is 2 square plus √6 the whole square. All square is equal to 2 square is equal to 4 and √6 square is equal to 6. 4 plus 6 is equal to 10. അതായത് ദിസ് എ ബി എന്ന് പറയുന്നത് എ ബിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ദെൻ എ ബി is equal to √10. ഓക്കെ, സോ വി ഹാവ് ദിസ് സൈഡ് എ ബി ഇസ് √10. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ സൈഡ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഈ സൈഡാണ്. ഈ സൈഡും ഇതേപോലെ ഇത് ബേസ് ആണ്, ഇത് ആൾട്ടിറ്റ്യൂഡാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഹൈപ്പോട്ടന്യൂസ്. സോ √6 ഹോൾ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു this side square. Okay, right. So we have AD square is equal to, yes, 3 square plus √6 the whole square. 3 square is 9 and √6 square is 6. 9 plus 6 is equal to 15. AD square is equal to 15. Then AD is equal to √15. Okay, so we have this side is equal to √15. Okay, that is the end of the third part of the question. Now the fourth part of the question. ഇത് ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൽ നിന്ന് താഴേക്ക് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഇത്. ഈ നീളം h ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എയും ബിയും ആയിട്ടാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് h² is equal to AB എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ രണ്ട് ട്രയാങ്കിൾസ് എന്ത് ട്രയാങ്കിൾസ് ആ? ട്രയാങ്കിൾ എ ഡി ബി ആൻഡ് ട്രയാങ്കിൾ ബി ഡി സി ആർ സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ, ദെയർ ആംഗിൾസ് ആർ ഈക്വൽ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സിൻസ് ദ ട്രയാങ്കിൾസ് ആർ സിമിലർ ട്രയാങ്കിൾസ് വി നോ ദാറ്റ് ദെയർ സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ ഇവിടെ ഇത് എത്രയാണ്? എക്സ്. ഇത് 90 മൈനസ് എക്സ്. ഇത് എക്സ്. ഇത് 90 മൈനസ് എക്സ്. ഓക്കെ, അപ്പം നമ്മൾ എന്താ എടുക്കാൻ പോകുന്നത്? യെസ്, 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് വലിയ ട്രയാങ്കിളിൽ എച്ച് ആണ്, ചെറിയ ട്രയാങ്കിളിൽ അത് എന്താണ്? എ ആണ്. സോ വി ഹാവ് h/a വിച്ച് ഇസ് ഈക്വൽ ടു എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് വലിയ ട്രയാങ്കിളിൽ ബി ആണ്, ചെറിയ ട്രയാങ്കിളിൽ അത് എന്താണ്? ചെറിയ ട്രയാങ്കിൾ എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എച്ച് ആണ്. സോ വി ഹാവ് h/a ഇസ് ഈക്വൽ ടു b/h. ഓക്കെ, ഒരേ ഓർഡറിലായിരിക്കണം നമ്മൾ എടുക്കുന്നത്. ഓക്കെ, 90ക്ക് ഓപ്പോസിറ്റ് വലിയ ട്രയാങ്കിളിൽ എടുത്താൽ ഇവിടെ 90ക്ക് ഓപ്പോസിറ്റുള്ള
സൈഡ് എടുക്കണം. അതുപോലെ എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡ് വലിയ ട്രയാങ്കിൾ എടുത്തതിന് ശേഷമേ എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചെറിയ ട്രയാങ്കിളിലെ സൈഡ് എടുക്കാവൂ. തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റേഷ്യോ മാറും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് അതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം. ആദ്യം നമ്മൾ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് പറയാം, ദെൻ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ്, ദെൻ അഗെയിൻ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ്, ദെൻ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ്, അങ്ങനെ പറയണം. ഓക്കെ, സോ വി ഹാവ് h by a is equal to b by h. ഇനിയിപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? h into h is equal to h square and a into b is equal to ab. അത്രയല്ലേ പ്രൂവ് ചെയ്യാനുള്ളൂ. Hence the proof h square is equal to ab. Second question, at two ends of a horizontal line, angles of equal size are drawn and 2 points on the slanted lines are joined. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ഹൊറിസോണ്ടൽ ലൈനാണ്. ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ രണ്ട് എൻഡിൽ നിന്ന് ഒരേ ആംഗിൾ വരച്ചു. ആ രണ്ട് ആംഗിളിൻ്റെയും എൻഡും ഇവിടെ ഒരു മൂന്നാമതൊരു സ്ലാൻഡഡ് ലൈൻ വരച്ചു. ആ സ്ലാൻഡഡ് ലൈനും തമ്മിൽ ജോയിൻ ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഈ സ്ലാൻഡഡ് ലൈൻ ആയിട്ട് ഇതിനെ ജോയിൻ ചെയ്തു. ഇനി ഇതിന് 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സബ് ക്വസ്റ്റ്യൻസ് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, prove that the parts of the horizontal line and the parts of the slanted lines are in the same ratio. Okay, parts of the horizontal line എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പാർട്സും ആൻഡ് പാർട്സ് ഓഫ് ദ സ്ലാൻഡഡ് ലൈൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സ്ലാൻഡഡ് ലൈൻ, ചെരിഞ്ഞു വരച്ച വര, ഈ രണ്ട് ലൈൻസും ഈക്വൽ ആണ്. അത് ഒരേ സെയിം റേഷ്യോയിലാണ്, ലൈൻസ് ഈക്വൽ ആണെന്നല്ല, സെയിം റേഷ്യോയിലാണ് കിടക്കുന്നത്. അതുപോലെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് two slanted lines at the end of the horizontal line are also in the same ratio. അതായത് ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ എൻഡിൽ വരച്ചിരിക്കുന്ന സ്ലാൻഡഡ് ലൈൻ, ഇതും ഒരേ റേഷ്യോയിലാണ് എന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് സിമിലർ ട്രയാങ്കിൾസ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. പിന്നെ ചെയ്യേണ്ടത് 3, എക്സ്പ്ലെയിൻ ഹൗ എ ലൈൻ ഓഫ് ലെങ്ത് 6 cm ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ 3:4 യൂസിങ് ദിസ്. ഓക്കെ, ഈ ഐഡിയ യൂസ് ചെയ്തിട്ട് നമ്മൾ 6 cm നീളമുള്ള ഒരു വരേനെ 3:4 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. Okay, so that is our second question. Okay, so this one is the horizontal line and we have these two angles are equal. Okay, ഒരേ ആംഗിളിലാണ് രണ്ട് എൻഡിൽ നിന്നും രണ്ട് ആംഗിൾസ് വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. So we have these two angles are equal. ഇതൊന്ന് നെയിം ചെയ്യാം. Let the horizontal line be AB and the slanted line be CD and the intersecting point be O. Okay, അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടി. വൺ is triangle AOC and other is triangle BOD. Okay, two triangles and we have this angle is equal to this angle. Okay, ഈ രണ്ട് ട്രയാങ്കിൾസിൽ ഈ ആംഗിളും ഈക്വൽ ആണ്. സി രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. സോ വി ഹാവ് ദീസ് ടു ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ ബിക്കോസ് ദേ ആർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ദെൻ ടു ആംഗിൾസ് രണ്ടിലെയും ഇതിലെ ഈ ആംഗിളും ഇതിലെ ഈ ആംഗിളും ഈക്വൽ ആണ്, ഇതിലെ ഈ ആംഗിളും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി തേർഡ് ആംഗിൾസ് ആർ ഈക്വൽ. സോ വി ക്യാൻ സേ ദാറ്റ് ദ തേർഡ് ആംഗിൾ ആൻഡ് ദിസ് തേർഡ് ആംഗിൾ ആർ ഓൾസോ ഈക്വൽ. ഓക്കെ, അപ്പോൾ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും 3 ആംഗിൾസും ഈക്വൽ ആണ് എന്ന് കിട്ടി. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് റീസൺസ് എഴുതാം. ദാറ്റ് ഈസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. എന്താ ഗിവൺ ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ആംഗിൾ AOC is equal to angle BOD. Angle BOD. What is the reason? They are opposite angles. Okay, opposite angles ആണ് രണ്ടും. പിന്നെ third, then the third angles will be equal. That is angle C is equal to angle D. Third angles of both the triangles. Therefore, the triangles are triangle AOC and triangle BOD are similar triangle. Okay, the രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ പ്രത്യേകത എന്താ? ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് സെയിം റേഷ്യോയിലായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക, ഇതിലുള്ള ഈ ആംഗിൾ ദാറ്റ് ഈസ് ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് OC ആണ്. ഓക്കെ, നമ്മൾ ഒരേ ഓർഡറിലായിരിക്കണോ പറയേണ്ടത്. അപ്പം ഈ ഇതിന് ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് OC ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? OC ബൈ. ഇനി ഇവിടെ അതേപോലെ ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് B ആണ്. ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? OD. സോ വി ഹാവ് OC ബൈ OD. ഓക്കെ, പിന്നെ എന്ത് കിട്ടണം? അടുത്തതെന്ന് പറയുന്നത്
നമ്മൾ ഈ സൈഡ് ഈ ആംഗിൾ എന്ന് പറയുന്നത് സി ആണ്. ആംഗിൾ സിയും ഇവിടെ അതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഡിയും ആണ്. അപ്പോൾ ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? ഒ എ ആണ്. ഓക്കെ, ഒ എ എന്ന് പറയുന്നത് ഇവിടെ ആംഗിൾ ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് ഒ ബി ആണ്. ഒ എ ബൈ ഒ ബി. ഓക്കെ, പാർട്സ് ഓഫ് ദ ഹൊറിസോണ്ടൽ ലൈനും പാർട്സ് ഓഫ് ദ സ്ലാൻഡഡ് ലൈനും ഒരേ റേഷ്യോയിൽ ആണ് എന്നായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കുക, ഒ സി ബൈ ഒ ഡി. ഓക്കെ, ഒ സി ബൈ ഒ ഡിയും ഒ എ ബൈ ഒ ബിയും ഈക്വൽ ആണ്. അതായത് ഒരേ റേഷ്യോ. അതിൻ്റെ റേഷ്യോ അപ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഒ സി ഈസ് ടു ഒ ഡി ഈസ് ഈക്വൽ ടു ഒ എ ഈസ് ടു ഒ ബി. ഓക്കെ, ഓക്കെ, ഒ സി ബൈ ഒ ഡി എന്ന് പറഞ്ഞാൽ ഒ സി ഈസ് ടു ഒ ഡി ആണ്. ഒ എ ബൈ ഒ ബി ഈസ് ഈക്വൽ ടു ഒ എ ഈസ് ടു ഒ ബി ആണ്. അപ്പം നമുക്ക് അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അത് രണ്ടും സെയിം റേഷ്യോയിലാണ്. സോ വി ഹാവ് the parts of the horizontal line and the parts of the slanted line are in the same ratio. OC എന്ന് പറയുന്നത് OD എന്ന് പറയുന്നതും സ്ലാൻഡഡ് ലൈനിൻ്റെ രണ്ട് പാർട്ടാണ്. OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും ഹൊറിസോണ്ടൽ ലൈനിൻ്റെ രണ്ട് പാർട്ടാണ്. അപ്പോൾ OA ബൈ OBയും OC ബൈ ODയും ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടി. സോ വി ഹാവ് OC is to OD is equal to OA is to OB. So first part of the question is over. Then second part of the question. Second part എന്താ പ്രൂവ് ചെയ്യേണ്ടത്? Prove that the two slanted lines at the end of the horizontal line are also in the same ratio. Okay, അപ്പോൾ നോക്കുക, നമ്മൾ ഈ തേർഡ് ആംഗിളും കൂടെ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. ഈ ആംഗിള് ഓപ്പോസിറ്റായ ഈ സൈഡും ഈ ആംഗിളിന് ഓപ്പോസിറ്റായ ഈ സൈഡും എന്ത് തന്നെയായിരിക്കും? സെയിം റേഷ്യോയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോ സിൻസ് ആംഗിൾ AOC and angle BOD are equal. Okay, we know that angle AOC and angle BOD are equal from the first part of the answer. Okay, and then the side opposite to AOC is AC. Okay, and the side opposite to the angle BOD is equal to, yes, what is that? BOD is equal to BD. Okay, so we have AC by BD. AC by BD ക്കും എന്തിനൊക്കെ ഈക്വൽ ആണത്? അത് OC by OD ക്കും ഈക്വൽ ആണ്. OA by OB ക്കും ഈക്വൽ ആണ്. കാരണം അത് മൂന്നും ഒരേ റേഷ്യോയിലായിരിക്കും. അപ്പം എന്ത് കിട്ടി നമുക്ക്? AC ഈസ് ടു BD എന്ന് പറയുന്നത് എന്തിനും കൂടെ ഈക്വൽ ആയി, വിച്ച് ഇസ് ഈക്വൽ ടു OC ഈസ് ടു OD ആൻഡ് OA ഈസ് ടു OB. ഓക്കെ, OA ഈസ് ടു OB. അപ്പോൾ മൂന്ന് ഭാഗങ്ങളും ഒരേ റേഷ്യോയിലാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്തു. ഇനി അതിൻ്റെ തേർഡ് പാർട്ടാണ്. തേർഡ് പാർട്ടിൽ എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഹൗ എ ലൈൻ ഓഫ് ലെങ്ത് 6 cm ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ 3:4 യൂസിങ് ദിസ് ഐഡിയ. അപ്പോൾ ഇതേ ഐഡിയ ഉപയോഗിച്ചിട്ട് നമ്മളത് വരയ്ക്കാൻ പോവാണ്. തേർഡ് പാർട്ട്, 6 cm നീളമുള്ള ഒരു ലൈനിനെ 3:4 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 6 cm. ഓക്കെ, 6 cm നീളമുള്ള ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ലൈൻ വരച്ചു. ഇനി നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ, ഇപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്താണോ പറയുന്നത് അത് തന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഇഷ്ടമുള്ള ആംഗിളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ എടുക്കാം. എനിക്ക് ഇഷ്ടമുള്ള ആംഗിൾ ഞാനൊരു 50 ഡിഗ്രി എടുത്തു എന്ന് കരുതുക. ഓക്കെ, ഈ എൻഡിൽ നിന്ന് ഒരു 50 ഡിഗ്രി എടുത്തു. സിമിലർലി അതേ ആംഗിൾ തന്നെ ഈ എൻഡിൽ നിന്നും ഞാൻ മെഷർ ചെയ്തു. ഓക്കെ, രണ്ട് 50 ഡിഗ്രി ആംഗിൾസ് വരയ്ക്കാം. ഓക്കെ, 50 ഡിഗ്രി ആംഗിൾസ് ഞാൻ വരച്ചു. ഒരേപോലെ രണ്ട് 50 ഡിഗ്രി ആംഗിൾസ് വരയ്ക്കാം. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 3:4 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ എൻഡ് നമുക്കറിയാം, ഇതിൻ്റെ എല്ലാ സൈഡ്സും അതായത് കറസ്പോണ്ടിങ് സൈഡ്സൊക്കെ എന്താണ്, ഒരേ റേഷ്യോയിലാണ് എന്ന് നമുക്ക് അറിയാം. അപ്പം ഈ ഒരു സൈഡിൽ നമ്മൾ 3 സെൻറ്റിമീറ്ററിൽ ഒരു 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ ഒരു ഈ എൻഡിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് ഇതേപോലെ ചെയ്യാം. ഓക്കെ, മറ്റേ എൻഡിൽ നിന്ന് നമുക്കൊരു 4 സെൻറ്റിമീറ്ററും എടുക്കണം. ഓക്കെ, ഈ എൻഡിൽ നിന്ന് നമ്മളൊരു 4 സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് വരയ്ക്കാം.
ഓക്കെ, എന്നിട്ട് ഈ 2 ആർക്കുകളും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഈ 2 ആർക്കുകളും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഫിഗർ കിട്ടി. അപ്പോൾ നോക്കുക, ഇതെന്താണ് 3 ആണ്, ഇത് 4 ആണ്. നമുക്കറിയാം ഈ 2 സൈഡ്സും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സൈഡും തമ്മിലുള്ള റേഷ്യോയും എന്താണ് 3:4 ആണ്. ഈ സൈഡും തമ്മിലുള്ള റേഷ്യോയും 3:4 ആണ്. അതായത് നമ്മുടെ 6 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈനിനെ നമ്മൾ 3:4 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റെപ്സ്. ഫസ്റ്റ് ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 6 സെൻറ്റിമീറ്റർ and at both the ends of this line draw equal angles. ഓക്കെ, 2 എൻഡിന്നും ഒരേ ആംഗിൾസ് വരയ്ക്കുക. 50 ഡിഗ്രിയാണ് ഞാൻ വരച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ വരയ്ക്കാം. and then measure 3 and 4 on one side measure 3 centimeter and other side measure 4 centimeter. Then join that to arcs, we get the required figure. Then we know that this 6 centimeter line is divided in the ratio 3:4. Okay, that is the second question.